ഹലോ ഫ്രണ്ട്സ്, ആർ ജെ മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ യാത്ര നമ്മുടെ സ്വന്തം മേസാനയിൽ നിന്ന് ഇന്ത്യയിലെ വൈറ്റ് സിറ്റി എന്നറിയപ്പെടുന്ന ഉദയ്പൂരിലേക്കാണ്. ഏകദേശം 5 മണിക്ക് മേസാനയിൽ നമ്മൾ ഉദയ്പൂരിലേക്ക് യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾ നമ്മളെ കൂടെ ചേരുക. നമ്മൾ യാത്ര ഇവിടെ നിന്ന് തുടങ്ങുകയാണ്. ഈ യാത്രയിൽ പതിവ് പോലെ ഞങ്ങളോട് കൂടെ നിതിനും ആനന്ദും ജ്യോതിയും ശ്രീദേവിയും നിദ്രുട്ടനും എല്ലാവരും കൂടിയുണ്ട്. അങ്ങനെ നമ്മൾ ഈ യാത്ര പൊളിച്ചെടുക്കാൻ വേണ്ടി പോകണം. മേസാനയിൽ നിന്നും തുടങ്ങിയ ഈ യാത്ര ഉദയ്പൂരിലേക്ക് എത്തുമ്പോഴേക്കും ഏകദേശം 4 മുതൽ 5 മണിക്കൂർ സമയമെടുക്കും. ആ യാത്രയിൽ ഉടനീളം നിങ്ങൾക്ക് ആകാശത്തിൻ്റെ മനോഹര ഭംഗിയും അതുപോലെ തന്നെ റോഡിലൂടെയുള്ള ആസ്വാദകരമായ യാത്രയും കാണുവാനും ആസ്വദിക്കാനും പറ്റുന്നതാണ്. ഏർലി മോർണിംഗ് ആയതുകൊണ്ട് തന്നെ റോഡിൻ്റെ ഇരുവശത്തുമുള്ള സൈൻ ബോർഡുകളും റോഡിൻ്റെ ഭംഗിയും ആ റോഡിലുള്ള മാർക്കിങ്ങുകളൊക്കെ നല്ല രീതിയിൽ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഹെവി ലോഡുമായി പോകുന്ന ട്രക്കുകൾ ഞങ്ങളുടെ വാഹനത്തിന് മുന്നിലും പിന്നിലൂടെയും അതേസമയം കടന്നു പോകുന്നുണ്ടായിരുന്നു. ഉദയ്പൂർ ട്രിപ്പിൽ നമ്മൾ ഏകദേശം 2 മണിക്കൂർ ട്രാവൽ ചെയ്ത് ഒരു 2.5 മണിക്കൂർ വേണ്ടി നമുക്ക് പോകാനുണ്ട്. അതിനിടയിൽ പെട്രോൾ അടിക്കാൻ വേണ്ടി കയറിയതാണ്. ഗുജറാത്തിൽ ഇപ്പോൾ 94 രൂപ 5 പൈസ എന്ന പെട്രോൾ. അതുകൊണ്ട് നമ്മൾ വണ്ടിയിൽ ഫുൾ ടാങ്ക് അടിച്ചിട്ടുണ്ട്. അതിൻ്റെ ബില്ലും കാര്യങ്ങളും എനിക്ക് തിരക്കിലാണ് ആനന്ദ്. അങ്ങനെ പെട്രോൾ അടിച്ചതിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ വാങ്ങി പിന്നെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ ഇവിടുന്ന് വീണ്ടും യാത്ര തുടങ്ങുകയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അടുത്ത ബ്രേക്ക് നമ്മൾ ടീ ബ്രേക്ക് ആയിരിക്കും. എന്നാൽ പോവാം. ജയ് ഉദയ്പൂർ, ജയ് ഉദയ്പൂർ. മുന്നോട്ടുള്ള യാത്രയിൽ ഞങ്ങൾ എല്ലാവരും ഓരോരോ കഥകളും കാര്യങ്ങളും പറഞ്ഞ് മെല്ലെ ഉല്ലസിച്ച് ആർമാദിച്ച് പോവുകയാണ്. ആ സമയം ഏകദേശം 7 മണിയോടടുത്തിരുന്നു. ആ സമയത്തും നമ്മുടെ ആകാശം വളരെ മനോഹരമായിരുന്നു. നല്ല വിജൃംഭിച്ച ആകാശം എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയായിരുന്നു. അതുപോലെ തന്നെ റോഡിൻ്റെ ഇരുവശത്തുമുള്ള നല്ല മനോഹരമായ കാഴ്ചകളും സ്ഥലങ്ങളും കണ്ട് ആസ്വദിച്ച് നമ്മൾ മെല്ലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വളരെ വ്യത്യസ്തത നിറഞ്ഞ ആകാശമായിരുന്നു നമ്മുടെ യാത്രയിൽ നമുക്ക് കാണാൻ സാധിച്ചത്. അതുപോലെ തന്നെ റോഡിൻ്റെ ഭംഗിയും റോഡിലൂടെയുള്ള യാത്രയും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ഓരോ സ്ഥലങ്ങളും ഓരോരോ പ്രത്യേക അനുഭവങ്ങളാണ് നമ്മൾക്ക് തരുന്നത്. അതിനിടയിൽ വീണ്ടും ഒരു ഇടവേള, ഏകദേശം 7:30 ഒരു ഇടവേളയ്ക്ക് വേണ്ടി നമ്മൾ നേരെ വണ്ടി ഒരു പെട്രോൾ പമ്പിലേക്കാണ് കയറ്റിയത്. ഫുൾ പാക്കഡായിട്ടാണ് നമ്മൾ ഉദയ്പൂരിലേക്കുള്ള യാത്ര തിരിച്ചത്. അതുകൊണ്ട് തന്നെ രാവിലത്തെ ചായക്കുള്ള കടിയും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപരിചിതമായ സ്ഥലങ്ങളിലൂടെയുള്ള ദീർഘദൂര യാത്രയിൽ ഒരു ഇടവേളയ്ക്ക് നല്ല സ്ഥലം എന്ന് പറയുന്നത് ഒരു പെട്രോൾ പമ്പ് തന്നെയായിരിക്കും. അതും നല്ലൊരു പെട്രോൾ പമ്പാണെങ്കിൽ നമുക്ക് അവിടെ ഇരുന്ന് വ്യക്തമായ രീതിയിൽ ഒന്ന് ഫ്രഷൊക്കെ ആയി ചായയൊക്കെ കുടിച്ച് കുറച്ച് നല്ല രീതിയിൽ റെസ്റ്റ് എടുത്ത് നമുക്ക് യാത്ര തുടങ്ങാവുന്നതാണ്. അങ്ങനെ ദീർഘദൂരത്തെ യാത്ര ശേഷം നമ്മൾ രാജസ്ഥാനിൽ എത്തിക്കഴിഞ്ഞ് അപ്പോൾ ഒരു പെട്രോൾ പമ്പ് കുറച്ച് ആൾക്കായിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ പെട്രോൾ പമ്പിൽ വന്നപ്പോഴാണ് ഇവിടുത്തെ പെട്രോളിൻ്റെ റേറ്റ് ഞാൻ കണ്ടത്. ഗുജറാത്തിൽ 94 ആയിരുന്നെങ്കിൽ ഇവിടെ 106 രൂപയാണ് പെട്രോളിൻ്റെ റേറ്റ്. ടീ ബ്രേക്കിന് ശേഷം വീണ്ടും നമ്മൾ യാത്ര തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഈ ലൊക്കേഷനിൽ നിന്നും ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മൾ പകർത്തിയിരുന്നു. കാരണം ഓരോ ഫ്രെയിമും അതിമനോഹരമായിട്ട് തന്നെ നമുക്ക് കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷമാണ് ഇവിടെ നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങുന്നത്. മുന്നോട്ടുള്ള യാത്രയിൽ ഏകദേശം 9 മണിയോടുകൂടി ഉച്ചഭക്ഷണത്തിന് ആവശ്യമായ റൊട്ടി വാങ്ങാൻ വേണ്ടി ഒരു ഹോട്ടലിൻ്റെ മുന്നിൽ കൂടി നമ്മളെ വണ്ടി ഒന്ന് നിർത്തിയിരുന്നു. ഈ ലൊക്കേഷനും കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മൾ പോകുന്ന മെയിൻ ഹൈവേയുടെ റോഡ് അരികിലുള്ള ഒരു സ്ഥലമാണ്. ഹെവി ലോഡുമായി പോകുന്ന ട്രക്ക് ഡ്രൈവേഴ്സിനൊക്കെയുള്ള ഒരു ആശ്വാസ കേന്ദ്രം കൂടിയാണ് ഇത്തരം ചെറിയ ചെറിയ ഹോട്ടൽ കാര്യങ്ങളൊക്കെ. ചപ്പാത്തി മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്ഥലത്ത് ഓൾട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ കറിയും കാര്യങ്ങളും ഇന്നലെ റെഡിയാക്കി നമ്മളെ വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഇവിടുന്ന് വേണമെങ്കിൽ ചപ്പാത്തി ആയിട്ട് കഴിക്കാനാണ് പരിപാടി. അപ്പോൾ നമ്മൾ ഫുഡിന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതൊന്ന് നമ്മൾ അടുത്ത ഫുഡിൻ്റെ പരിപാടിയിലേക്ക് കിടക്കുന്നതായിരിക്കും. ലെറ്റ്സ് ഗോ മാൻ. പോകാമല്ലേ? വാ. രാജസ്ഥാനിലെ റോഡുകളിലൂടെയുള്ള യാത്രയിൽ ഒരുപാട് ടണലുകൾ നമുക്ക് കാണാൻ സാധിക്കും. ആ ടണലിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോഴും ആ ടണലിൽ നിന്ന് പുറത്തോട്ട് വരുമ്പോഴും ഒരു പ്രത്യേക അനുഭൂതി തന്നെയാണ് അത് നമുക്ക് ഉണ്ടാക്കുന്നത്. I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave. 6 feet deep
on it, but my body won't decay, cause my messages are രാജസ്ഥാനിലൂടെയുള്ള ഈ ദീർഘദൂര യാത്ര വളരെ മനോഹരമായിരുന്നു. തിക്കും തിരക്കും ഒന്നുമില്ലാത്ത ഒരു മനോഹരമായ യാത്ര. യാത്രയിൽ റോഡിന്റെ ഇരുവശത്തും കാണുന്ന കുന്നും മലകളൊക്കെ ആയിരുന്നു. ഇത് മൺസൂൺ സീസണിലാണെങ്കിൽ പിന്നെയും അടിപൊളിയാവുന്ന ഒരു ലൊക്കേഷൻ കൂടിയാണ്. ഇനി ഒരു 1.5-3 മണിക്കൂർ ദൂരം മാത്രമേ ഉള്ളൂ നമ്മുടെ ഉദയ്പൂരിലേക്ക്. അതിന് മുന്നായിട്ട് ഒരു ചെറിയൊരു ബ്രേക്കാണ് നമ്മൾ വീണ്ടും എടുക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിരിക്കുക, ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടില്ല. ഫുഡ് കഴിക്കാൻ വേണ്ടിയുള്ള പ്രിപ്പറേഷൻ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചപ്പാത്തിയാണ്. ആനന്ദ് ഇവിടുത്തെ ഫുഡിന്റെ പ്രിപ്പറേഷനും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഫുഡ് വെച്ചാൽ ഇന്നലെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി വെച്ച കോഴിക്കറിയും നല്ല ചപ്പാത്തി പിന്നെ ബിരിയാണി. പറയുമ്പോൾ തന്നെ വായത് വെള്ളം വരും. ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മൾ വണ്ടി നിർത്തിയത് റോഡിൻ്റെ സൈഡിലുള്ള ഒരു ആൽമരത്തിന് താഴെയായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ശാന്തമായിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് കുറച്ച് സമയം ടൈം സ്പെൻഡ് ചെയ്ത് മെല്ലെ അവിടെ നിന്ന് യാത്ര വീണ്ടും തിരികെയാണ്. ഇനി ജസ്റ്റ് ഒരു 3/4 മണിക്കൂർ എവേ ആണ് നമ്മൾ ഉദയ്പൂരിൽ എന്ന ലൊക്കേഷനിൽ നിന്നുള്ളത്. ചൂടിനെ തുടർന്ന് ആനന്ദ് ഇവിടെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 4-5 മണിക്കൂർ വളരെ മനോഹരമായ യാത്രകളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചത്. അങ്ങനെ ഉദയ്പൂരിന് മുന്നുള്ള അവസാനത്തെ ടോളും കഴിഞ്ഞ് നമ്മൾ കുറച്ചു ദൂരം ചെന്നപ്പോൾ രാജസ്ഥാനിൽ നിന്നും ആദ്യത്തെ 8ന്റെ പണി നമുക്ക് കിട്ടിയിരിക്കുകയാണ്. പണി എന്ന് വെച്ചാൽ രാജസ്ഥാനിലെ ട്രാഫിക് പോലീസ് നമ്മളെ ട്രാഫിക് റൂൾ വയലേഷൻ എന്നും പറഞ്ഞ് നമ്മളെ പിടിച്ചിരിക്കുകയാണ്. റോഡ് വയലേഷനോ കാര്യങ്ങളൊന്നും ആയിരുന്നില്ല. ഒരു സാധാരണക്കാരന്റെ പൈസ വെടിങ്ങാനുള്ള ഒരു അറാം പറപ്പ് എന്നല്ലാണ്ട് വേറൊന്നുമില്ല ഇതിന് പറയാൻ വേണ്ടിയിട്ട്. मैं नहीं चाहूँगा, आपको अच्छा नहीं लगे मैं गाड़ी डिटेन कर दूँ और आपको पैदल जाना पड़ेगा। श्रीमान जी, आप रिकॉर्डिंग चालू रखना है ना, बिल्कुल कोई दिक्कत नहीं। आप रॉन्ग साइड जाएंगे, रॉन्ग साइड നമ്മുടെ വാഹനം റോങ് ഡയറക്ഷൻ എൻ്റർ ചെയ്തെന്ന് പറഞ്ഞാണ് അദ്ദേഹം നാളെ ഇന്ന് 200 രൂപ കൈമടക്കായിട്ട് വാങ്ങിയത്. കാരണം ഈ ബൊലേറോ കയറുന്ന അതേ വഴിയിൽ തന്നെയായിരുന്നു നമ്മളും കയറിയത്. ബാക്കിയുള്ള വാഹനങ്ങൾ അതുവഴി തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ നമ്മളെ പിടിച്ചിട്ട് നമ്മളിന്ന് കൈമടക്ക് വാങ്ങുന്ന അവസ്ഥയിലാണ് ഉണ്ടായത്. അങ്ങനെ ഒടുവിൽ അതൊക്കെ തീർത്ത് നമ്മൾ ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. ഹോട്ടലിന് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് പാർക്ക് ക്ലാസിക് എന്ന ഹോട്ടലാണ്. മുമ്പ് നമ്മൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, ഞാനും ആനന്ദും കൂടിയിട്ട്. ഹോട്ടലിലെത്തി നമ്മൾ ലഗേജും കാര്യം റൂമിൽ കൊണ്ടുവച്ച് പെട്ടെന്ന് തന്നെ ഫ്രഷായി ഇറങ്ങുകയാണ് ചെയ്തത്. ഉദയ്പൂർ പാലസിലേക്കാണ് അടുത്ത ലക്ഷ്യം. അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി എടുത്ത് ഉദയ്പൂർ പാലസിന് മുന്നിലേക്ക് പോയി. എന്നാൽ അവിടെ ഭയങ്കര തിക്കും തിരക്കാണ്. കിട്ടിയൊരു സ്പേസിൽ നമ്മൾ വണ്ടി വെച്ച് നമ്മൾ നടക്കുകയാണ്. അതുകൊണ്ട് വണ്ടിയായിട്ട് എടുത്ത് വരുന്നവരോട് ഒരു ഉപദേശം, വണ്ടി എടുത്ത് വരാതിരിക്കുക എന്നുള്ളത്. മാക്സിമം നിങ്ങൾ ഇവിടുത്തെ ഓട്ടോ അല്ലെങ്കിൽ സ്കൂട്ടർ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അത്രയും തിരക്കും കാര്യങ്ങളാണ് ഉദയ്പൂർ പാലസിന് മുന്നിലുള്ള ഈ റോഡിൽ. അങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ നേരെ ഉദയ്പൂർ പാലസിൽ ലക്ഷ്യമാക്കി നടക്കുകയാണ്. അങ്ങനെ നമ്മളെ ലക്ഷ്യസ്ഥാനമായ ഉദയ്പൂർ എത്തിക്കഴിഞ്ഞ് ഉദയ്പൂർ പാലസിന്റെ മെയിൻ ഗേറ്റിന്റെ വലതുവശത്തായിട്ടാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്ക് മ്യൂസിയത്തിന്റെ ഔട്ടർ ഏരിയ മാത്രമാണ് കാണേണ്ടതെങ്കിൽ 50 രൂപയുടെ ടിക്കറ്റും അതല്ല എങ്കിൽ 400 രൂപയുടെ ടിക്കറ്റുമാണ് ഇവിടെ നിന്നും എടുക്കേണ്ടത്. അതുപോലെ തന്നെ കുട്ടികൾ, സീനിയർ സിറ്റിസൺ, ഡിഫൻസിൽ വർക്ക് ചെയ്യുന്ന ഇവർക്കൊക്കെ ഡിസ്കൗണ്ട് റേറ്റിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാവുന്നതാണ്. ഇവിടെ ക്യാഷ് മാത്രം നിങ്ങൾക്ക് പേയ്മെന്റ് മെത്തേഡായിട്ട് ഉപയോഗിക്കാൻ പറ്റും, നോ ഓൺലൈൻ പേയ്മെന്റ്. അതുകൊണ്ട് വരുന്നവരിലൊക്കെ ക്യാഷ് എടുത്ത് വരാൻ വേണ്ടി പ്രത്യേകം ആലോചിക്കുക. നമ്മളെടുത്ത് ടിക്കറ്റ് അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരൻ വെരിഫൈ ചെയ്തതിനു ശേഷം നമ്മൾ നേരെ ഉദയ്പൂർ പാലസ് ലക്ഷ്യമാക്കി നടക്കുകയാണ്. അപ്പോൾ നടക്കാൻ ഇത്തിരി ദൂരമുണ്ട്. ആ വഴിയിൽ നിങ്ങൾക്ക് മനോഹരമായി അലങ്കരിച്ച ചെടികൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ കാണാൻ പറ്റും. അങ്ങനെ മ്യൂസിയം ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ നേരെ മ്യൂസിയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ വളരെ അടിപൊളി മനോഹരമായിട്ട് കാണാം അല്ലേ. അതുപോലെ പൈസയും ചാർജ് ഇത്തവണ വരുമ്പോൾ കൂടുതലായിട്ട് കണ്ടത്, കഴിഞ്ഞ തവണ വന്നപ്പോൾ 350 രൂപയായിരുന്നു, ഇത്തവണ 450 രൂപയായി. മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങൾക്ക് റോഡിന്റെ ഒരു വശത്ത് മനോഹരമായ പാലസിന്റെ ചില ഭാഗങ്ങൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു സൈഡിൽ ലേക്കും. ഈ ലേക്കിന്റെ ഒത്ത നടുക്കാണ് നമ്മുടെ താജ് ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ വൈറ്റ് സിറ്റി എന്നറിയപ്പെടുന്ന ഉദയ്പൂർ ലേക്ക് സിറ്റി എന്നും അറിയപ്പെടുന്നുണ്ട്. കാരണം ഒരുപാട് ലേക്കുകളാൽ പ്രസിദ്ധമാണ് നമ്മുടെ ഉദയ്പൂർ. ഒരുപാട് ആളുകൾ ഇവിടെ വന്നു പോകുന്നുണ്ട് ഈ പാലസ് കാണാനും ആസ്വദിക്കാനൊക്കെ ആയിട്ട്. സംഭവം പുറമേ കാണാൻ നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് നേരം നടന്നതിന് ശേഷം നമ്മൾ പാലസിന്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്.
നിങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ കാണുന്ന ഈ മനോഹരമായ ചരിത്ര നിർമ്മിതിയാണ് രാജസ്ഥാനിലെ ഉദയ്പൂരിൽ സ്ഥിതി ചെയ്യുന്ന ഉദയ്പൂർ പാലസ്. ഉദയ്പൂർ പാലസിൻ്റെ മുന്നിൽ നിന്നും കാണുന്ന ഓരോ ദൃശ്യങ്ങളും ജീവിതത്തിൽ ഒരിക്കൽ പോലും നിങ്ങൾ മറക്കാൻ ആഗ്രഹിക്കാത്തവണ്ണം മനസ്സിൻ്റെ ഉള്ളിൽ ആഴത്തിൽ പതിയുന്നതാണ്. അത്രയും മനോഹരമായ ചിത്രങ്ങളാണ് നമ്മൾ പകർത്തുന്ന ക്യാമറ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തിലേക്കും ആഴ്ന്നിറങ്ങുന്നത്. ഉദയ്പൂർ പാലസിൻ്റെ ഫ്രണ്ടിൽ നിന്നും ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ചു നേരം വിശ്രമിച്ചതിന് ശേഷം ഉദയ്പൂർ പാലസ് കാണാൻ വേണ്ടി മെല്ലെ നടന്നു നീങ്ങുകയാണ് ചെയ്തത്. ഉദയ്പൂർ പാലസിൻ്റെ ഫ്രണ്ട് ഡോറിൻ്റെ മുന്നിലായിട്ട് തന്നെ ഒരു പട്ടുകൂറ്റൻ ഗജവീരൻ്റെ പ്രതിമ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു വലിയ കമാനം, ആ കമാനത്തിന് ഭദ്രതയ്ക്ക് വേണ്ടി നിർമ്മിച്ച ഒരു പട്ടുകൂറ്റൻ ഡോറും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത്രയും വലിയ ഉയരത്തിൽ സ്ഥിതി ചെയ്ത ഈ കമാനത്തിൻ്റെ ഉൾഭാഗത്തെയും മനോഹരമായ ചിത്രപ്പണികളും ആലിംഗനം ചെയ്തത് അത് ആരെയും അമ്പരിപ്പിക്കുന്ന രീതിയിൽ വളരെ മനോഹരമായിട്ടുണ്ട്. ഈ കമാനത്തിനകത്ത് കടക്കുമ്പോൾ തന്നെ നമുക്ക് നേരെയുള്ള ചുമരിൽ കാണുന്ന ഒരു ആനയുടെ ചിത്രമാണ്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ആർച്ച് കാണാം. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലാണ് നമുക്ക് എൻട്രി വരുന്നത്. പിന്നീടുള്ള കുറച്ച് സമയം നമ്മൾ അതിനകത്ത് തന്നെ കുറച്ച് റെസ്റ്റ് എടുക്കും. കാരണം ഇതിലൂടെ ആകെ മൂഡ് ഓഫ് ആയിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഒരുപാട് പേടിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് പുള്ളിക്കാരനായിട്ട് നമ്മൾ ഒന്ന് ചങ്ങാത്തം കൂടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഇരുന്നതായിരുന്നു. അങ്ങനെ കുറച്ച് നേരത്തെ വീഡിയോ ഷൂട്ടും കാര്യങ്ങളും കഥ പറച്ചിലൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ യാത്ര വീണ്ടും തുടങ്ങുന്നത്. ഉദയ്പൂർ പാലസിന് അകത്ത് കടന്നാൽ നിങ്ങൾക്ക് അവിടുത്തെ ചുമരുകളിൽ ഒരുപാട് ചിത്രങ്ങൾ കാണാൻ സാധിക്കും. ഉദയ്പൂർ രാജവംശത്തിൻ്റെ അഥവാ മേവാർ രാജവംശത്തിൻ്റെ സമ്പന്നമായ സാംസ്കാരിക ചരിത്ര കലാപരമായ പൈതൃകത്തെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലാണ് ഈ ചിത്രങ്ങളൊക്കെ ഇന്നും അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അകത്തോട്ട് നടന്ന് നീങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇന്ത്യൻ ആർക്കിടെക്ചേഴ്സിൻ്റെ സമ്പന്നമായ കഴിവുകളും അവരുടെ മനോഹരമായ നിർമ്മിതികളൊക്കെയാണ്. ഓരോ സ്ഥലവും ഓരോ ഇടങ്ങളും അത് നിങ്ങൾ എടുത്തു കാണിക്കുക. ഓരോ സ്ട്രക്ചേഴ്സിലും ഇന്ത്യൻ കലാകാരന്മാരുടെ ഈ രാജസ്ഥാൻ കലയുടെ ഓരോരോ ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പാലസിനകത്ത് പല വഴികളും ഇടുങ്ങിയതും ചെറുതും ആർച്ചുകളോട് കൂടിയ നീളം കുറഞ്ഞതുമായ കൺസ്ട്രക്ഷൻ വർക്കുകളോട് കൂടിയുള്ളതാണ്. അന്നത്തെ കാലത്തെ രാജ്യത്തെ അറിയുന്നവർക്ക് അതുവഴി പോയവർക്ക് അവരുടെ സംരക്ഷണത്തിന് വേണ്ടി നിർമ്മിച്ച രീതിയിലുള്ള ഒരു കൺസ്ട്രക്ഷൻ. ഇതുവഴി നമ്മൾ ചെന്നെത്തുന്നത് നാലുകെട്ടിനെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സ്ഥലത്താണ്. അതിൻ്റെ നടുക്കൊരു കുളമുണ്ട്, ചുറ്റും മരങ്ങളുണ്ട്. അതുപോലെ തന്നെ ആ ഏരിയ മൊത്തം കവർ ചെയ്യുന്ന രീതിയിൽ ഒരു വരാന്തയും ചുറ്റും ഒരുപാട് തൂണുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മാർബിൾ കൊണ്ട് പണിത ഒരു മേൽക്കൂരയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വളരെ മനോഹരമായ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. പിന്നീട് തന്നെ ഇവിടെ അത്ഭുതപ്പെടുത്തിയ ഒരു പെൻസിൽ ആർട്ടിസ്റ്റിൻ്റെ ഒരു വർക്കായിരുന്നു. ലൈവായിട്ട് ഒരു ഫാമിലി അല്ല ഒരു വ്യക്തിയുടെ ചിത്രം അദ്ദേഹം ലൈവായിട്ട് ഒരു പേപ്പറിലേക്ക് പകർത്തിയെടുക്കുന്നത്. ജീവൻ തുടിച്ച് നമ്മുടെ മുന്നിൽ കാണുന്ന ആ വ്യക്തി അദ്ദേഹം ലൈവായിട്ട് പേപ്പറിലേക്ക് പകർത്തുമ്പോൾ സത്യത്തിൽ വല്ലാത്തൊരു ആശ്ചര്യം അത്ഭുതമൊക്കെ ആയിരുന്നു. വളരെ ലളിതമായ രീതിയിൽ ഒരു സ്ട്രെസ്സും ഇല്ലാതെ ആ കലാകാരൻ അവരെ ഒരു പേപ്പറിലേക്ക് പകർത്തിയെടുക്കുകയായിരുന്നു. വാട്ട് എ ബ്യൂട്ടിഫുൾ സ്കിൽ അല്ലേ. ഇവിടെ എങ്ങോട്ട് തിരിഞ്ഞാലും ഞങ്ങളെ പോലെയുള്ള ഒരുപാട് ആൾക്കൂട്ടത്തെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പല രാജ്യത്തിൽ നിന്നും പല ഇടങ്ങളിൽ നിന്നും പല ദേശത്തിൽ നിന്നും നമ്മുടെ ചരിത്രത്തെ മനസ്സിലാക്കാനും ആസ്വദിക്കാനും വന്ന ഒരുപാട് പേർ. ഇവിടുത്തെ കൺസ്ട്രക്ഷൻ വർക്കിൽ മെയിനായിട്ട് ഇവർ ഉപയോഗിച്ചത് മാർബിൾ, ടൈൽസ്, ലൈം സ്റ്റോൺ എന്നിവയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ മിററുകളിലൊക്കെ വളരെ വർണ്ണശലഭമായ കളറുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരു പ്രത്യേക ഭംഗി, ഒരു ആസ്വാദന തലത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലം ഈ പാലസിൻ്റെ ഒരു സൈഡിലുള്ള മധ്യഭാഗത്തെ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു വിശ്രമ കേന്ദ്രമാണെന്ന് വേണമെങ്കിൽ പറയാം. അന്നത്തെ കാലത്ത് രാജാക്കന്മാരും അവരുടെ തോഴിമാർക്കൊക്കെ വിശ്രമിക്കാനും വേണ്ടിയുള്ള ഒരു ഏരിയ ആയിട്ട് വേണം നമുക്കിതിനെ കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ ഇവിടുത്തെ ഏരിയയും ഇവിടുത്തെ വിഷ്വൽസൊക്കെ വളരെ മനോഹരമായിട്ടുണ്ട്. ഫോട്ടോ എടുക്കാൻ അല്ലെങ്കിൽ വീഡിയോസ് എടുക്കുന്നവർക്കെല്ലാം അതിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാനും ഇത്രയും മനോഹരമായ കാഴ്ചകളാലാണ് ഈ തൂണിൻ്റെ ഭംഗിയൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക.
പാലസിനകത്തേക്ക് നമ്മൾ വീണ്ടും കടന്നു ചെല്ലുന്ന ഇടുങ്ങിയ വഴിയിലൂടെയാണ്. അത്തരം വഴികളിലേക്ക് സൂര്യപ്രകാശം എയർ സർക്കുലേഷന് വേണ്ടി നമ്മുടെ മാർബിളിൽ ലൈം സ്റ്റോണിൽ തീർത്ത മനോഹരമായ കട്ടിംഗ് വർക്കുകളോട് കൂടിയ ഒരു വിൻഡോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇത്തരം വിൻഡോകൾ മുഗൾ ഭരണകാലത്ത് ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് നിങ്ങൾ ഓരോ ഏരിയയിലേക്ക് പോകുമ്പോഴും അതിമനോഹരമായ ചിത്രങ്ങൾ അല്ലെങ്കിൽ ഒരു മനോഹരമായ വിഷ്വൽസ് ഉൾക്കൊള്ളുന്ന ഒരുപാട് ചുമരുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുക. അതിമനോഹരമായ കളറിങ്ങും കാര്യങ്ങളൊക്കെ അലങ്കരിച്ചുകൊണ്ടാണ് ഇന്ന് ഈ പാലസ് ഇവിടുത്തെ അതോറിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. ഓരോ ചുമരുകളിൽ അന്നത്തെ കാലത്തുള്ള ഓരോ ചരിത്രപരമായ വിഷ്വൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ കാണുന്ന ഈ പച്ച ചുവപ്പ് നിറത്തിൽ ലൈറ്റുകൾ ഒരു പ്രത്യേക അനുഭൂതി തന്നെയാണ് ഇവിടെ നിങ്ങൾക്ക് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഫോട്ടോ എടുക്കുമ്പോഴായാലും അതിനൊരു പ്രത്യേക ഭംഗി നമുക്ക് കിട്ടുന്നതായിരിക്കും. ചരിത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാനും മനസ്സിലാക്കാനും അറിയാനൊക്കെ ഉണ്ട്. അന്നത്തെ കാലത്ത് അവർ ഉപയോഗിച്ച് പോയി അവർ ജീവിച്ചിരുന്ന ആ കാലത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരുപാട് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരുന്ന ഈ ഒരു ഏരിയയാണ് ശീഷ് മഹൽ എന്ന് പറയുന്നത്. ശീഷ് എന്ന് വെച്ചാൽ കണ്ണാടി, അത് കണ്ണാടി കൊണ്ട് അലങ്കരിച്ച ഒരു മുറി എന്നാണ് ഇതിന് അർത്ഥം വരുന്നത്. അന്നത്തെ കാലത്തെ രാജാക്കന്മാരൊക്കെ ഉപയോഗിച്ച് പോന്നിരുന്ന ഒരു കണ്ണാടിയുടെ ഒരു റൂം, അതായത് കണ്ണാടി മുഖചിത്രങ്ങളൊക്കെ അലങ്കരിക്കാനും മേക്കപ്പ് ചെയ്യുമ്പോൾ ഉപയോഗിച്ചിരുന്ന ഒരു റൂമായിട്ട് വേണം നമുക്കിതിനെ കാണാം. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ ഓരോ മേൽക്കൂരകളിലും കാണുന്ന ചിത്രപ്പണികൾ വളരെ മനോഹരമായ രീതിയിൽ അന്നത്തെ കാലത്ത് ഇതൊക്കെ അവർ ചെയ്തെടുത്തെന്ന് പറയുമ്പോൾ തന്നെ ഒരു അത്ഭുതമായിട്ടാണ് ഇതൊക്കെ കാണാൻ സാധിക്കുന്നത്. ഉദയ്പൂർ പാലസിലൂടെ നിങ്ങൾ നടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു രാജസ്ഥാൻ കൾച്ചറും അതുപോലെ തന്നെ മുഗൾ ഭരണകാലത്ത് അവരുടെ ഒരു കൾച്ചർ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ വർക്കായിരിക്കും. അതിമനോഹരം എന്ന് തന്നെ എടുത്തു പറയേണ്ട രീതിയിൽ അത് ഓരോ പുരാതന കാലത്ത് ഓരോ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസിന് അല്ലെങ്കിൽ അവിടുത്തെ എഞ്ചിനീയർ വർക്ക്സിനെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലാണ് ഇവിടുത്തെ ഓരോ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഇവിടുത്തെ ഉദയ്പൂർ പാലസിൽ നിന്ന് നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ ലേക്ക് പിച്ചോളയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ താജ് ഹോട്ടലും അതുപോലെയുള്ള ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നീട് നമ്മൾ കുറേ നേരം നമ്മൾ തന്നെ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. കാരണം നല്ല ലൈറ്റിംഗ് ഉള്ളതുകൊണ്ട് തന്നെ ഇവിടുന്ന് പകർന്ന വീഡിയോസിനും ഫോട്ടോസിനും ഒരു പ്രത്യേക വൈബായിരുന്നു. എന്നെ ഇവിടങ്ങളിൽ ആകർഷിച്ച ഇത്തരം കാഴ്ചകളാണ്. പാലസിനകത്തു നിന്നും പുറമേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന മനോഹരമായ ഒരു വിഷ്വൽസ് ഉണ്ട്. അതിൻ്റെ ഒരു ആസ്വാദന തലം വേറെ തന്നെയാണ്. ഉള്ളിലുള്ളതിനേക്കാൾ മനോഹരമെന്ന് എനിക്ക് തോന്നിയത് ഇവിടുത്തെ ആർച്ചുകളിലൂടെയും വിൻഡോകളിൽ നമ്മൾ പുറമേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു മനോഹരമായൊരു വൈഡ് വ്യൂ ഉണ്ട്. അതുതന്നെയാണ് ഉദയ്പൂർ പാലസിനകത്തു നിന്നും പുറമേ നോക്കിയാൽ നിങ്ങൾക്ക് ഏകദേശം ഉദയ്പൂർ എന്ന ടൗണിൻ്റെ ഏകദേശം എല്ലാ ഏരിയയും കവർ ചെയ്തുകൊണ്ടുള്ള മനോഹരമായ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നേരെ താഴോട്ട് നോക്കിയാൽ ഉദയ്പൂർ പാലസിനകത്തോട്ടുള്ള എൻട്രിയും അതിൻ്റെ ബോർഡറും കാര്യങ്ങളും അതിൻ്റെ ആർക്കിടെക്ചറൽ വർക്കും ഓരോ ഏരിയയിൽ നിങ്ങൾക്ക് അത് കാണാനും ആസ്വദിക്കാനും സാധിക്കുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടങ്ങളിൽ നിങ്ങൾക്ക് ഒരു രാജസ്ഥാനി മുഗൾ ഫ്യൂഷൻ ആർക്കിടെക്ചർ വർക്കുകളാണ് കാണാൻ സാധിക്കുക. ഇതിനിടയിൽ ഇവിടുത്തെ മനോഹരമായ ബാക്ക്ഗ്രൗണ്ടുകൾക്കിടയിലൂടെ നമ്മുടെ ജ്യോതിയുടെയും ആനന്ദിൻ്റെയൊക്കെ മനോഹരമായ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ പകർത്തിയെടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചായ തിളപ്പിക്കുന്നതല്ല, എന്നാൽ അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന ആ പാത്രത്തെ അതിമനോഹരമായ രീതിയിൽ അവർ അസംബിൾ ചെയ്ത് ഒരു ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഓരോ ഏരിയയും മനോഹരമായി അവർ അലങ്കരിച്ചിട്ടുണ്ട്. ഒരു ഏരിയ മ്യൂസിയം ടൈപ്പാണ്, മറ്റൊരു ഏരിയ ആർക്കിടെക്ചർ വർക്കൊക്കെ ഉൾക്കൊള്ളിച്ചതാണ്, ഒരു ഏരിയ അതിൻ്റെ മിനി ആർക്കിടെക്ചർ വർക്കൊക്കെ കാണിക്കുന്നതാണ്. ചരിത്രത്തെ അറിയാനും ആസ്വദിക്കാനും ആഗ്രഹിക്കുന്നവർ ഒരിക്കലെങ്കിലും വന്നു പോകേണ്ട ഒരിടമായിട്ടാണ് ഉദയ്പൂർ പാലസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് പുരാതനമായ ഇന്ത്യൻ മാപ്പ് അടക്കം ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഉദയ്പൂർ പാലസ് എന്നത് 400 വർഷം പഴക്കമുള്ള ഒരു ചരിത്ര നിർമ്മിതിയാണ്. ഉദയ്പൂർ എന്ന നഗരത്തിനും തടാകങ്ങൾക്കും ഇടയിൽ ഒരു കുന്നിൻ്റെ മുകളിൽ നിർമ്മിച്ച ഒരു ചരിത്ര നിർമ്മിതി. അന്നത്തെ കാലത്ത് അധിനിവേശത്തിൽ നിന്നും മുഗൾ രാജവംശത്തിൽ നിന്ന് രാജ്യത്തെയും ദേശത്തെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി നിർമ്മിച്ച ഒരു ചരിത്ര നിർമ്മിതിയാണ് എന്നുകൂടി വേണം നമുക്ക് പറയാം.
ഇത്രയും നേരം എന്നിലൂടെ നിങ്ങൾ അറിഞ്ഞ ഈ ഉദയ്പൂർ പാലസ് എന്നത് അല്ലെ സിറ്റി ഓഫ് പാലസ് എന്ന് പറയുന്നത് രാജസ്ഥാൻ എന്ന സംസ്ഥാനത്തിൻ്റെയും അതുപോലെ തന്നെ ഉദയ്പൂർ എന്ന നഗരത്തിൻ്റെയും ഒരു അഭിമാന നിർമ്മിതി കൂടിയാണ്. അന്നത്തെ കാലത്തെ രാജകീയതയുടെയും സാംസ്കാരികതയുടെയും സമ്പന്നതയുടെയും നിലനിന്നു പോകുന്ന ഇന്നത്തെ ഒരു ചരിത്ര നിർമ്മിതി, ആരും അറിഞ്ഞിരിക്കേണ്ട, കണ്ടിരിക്കേണ്ട, മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു അടിപൊളി ചരിത്ര നിർമ്മിതി. ഉദയ്പൂർ പാലസ് എന്നത് മനോഹരമായൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. സോ എല്ലാവരും വരിക. അപ്പോൾ ഇവിടെ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം നമ്മളേതായ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള തിരക്കിലായിരുന്നു. അതിനിടയിൽ ഞാൻ നിതിൻ്റെയും ശ്രീദേവിയുടെ ഒരു പ്രണയരംഗങ്ങളൊക്കെ ചിത്രീകരിക്കുന്ന കഷ്ടപ്പാടിലായിരുന്നു. അതിൻ്റെ വീഡിയോസൊക്കെ ഇതിൻ്റെ കൂടെ തന്നെയുണ്ട്. ഉദയ്പൂർ പാലസ് കാണാൻ വരുന്ന മലയാളികൾക്കുള്ള ഒരു ആശ്വാസമാണ് ഇതിനടുത്ത് തന്നെയുള്ള കേരള റെസ്റ്റോറൻറ്റ്. നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താൽ ഇങ്ങോട്ടേക്കുള്ള വഴി കിട്ടുന്നതായിരിക്കും. സോ ഇവിടെ വരിക, സന്തോഷത്തോടെ ഫുഡ് കഴിക്കും. ഇന്നത്തെ സായാഹ്നം നമ്മുടെ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു കൂൾ ബാറിലാണ് നമ്മൾ സ്പെൻഡ് ചെയ്തത്. കാരണം ഇന്നത്തെ യാത്രയൊക്കെ കാരണം ഒരുപാട് ക്ഷീണിച്ചു. ഇനിയും ഒരുപാട് യാത്ര ചെയ്യാനുള്ളത് കൊണ്ട്, നാളത്തെ യാത്രയെക്കുറിച്ച് പ്ലാൻ ചെയ്യാനുള്ളത് കൊണ്ട് ഇന്നത്തെ ഈവനിങ് നമ്മൾ ഈ കൂൾ ബാറിലാണ് സ്പെൻഡ് ചെയ്തത്. ഇവിടെ വന്നപ്പോൾ കുറച്ച് എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് സമയം പോയി നമ്മൾ അറിഞ്ഞതേ ഇല്ല. ഇനി നാളത്തെ യാത്രയുടെ വിവരങ്ങളുമായി നമ്മൾ പെട്ടെന്ന് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. സോ നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന പ്രതീക്ഷയോടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.